വീണ്ടും വരുന്നതിനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിക്കുന്നു. നാം ഇപ്പോൾ ക്രിസ്മസിനോടുള്ള ബന്ധത്തിൽ ആഘോഷങ്ങളും പല പരിപാടികളും പ്രോഗ്രാമുകളും ഒക്കെ നടത്തിക്കൊണ്ട് വരികയാണ് എന്ന് നമുക്കറിയാം. ലോകത്തിൽ നോക്കുമ്പോൾ സകലമാന ജാതിയിലുള്ള വ്യക്തികളും ലോകത്തിലെ സകല മനുഷ്യരും ഒരുപോലെ ആഘോഷിക്കുന്ന ഒരു ദിനവുമാണ് ക്രിസ്മസ് എന്നുള്ളത്. നമുക്കറിയാം, ഈ ക്രിസ്മസ് എന്നാൽ എന്ത് എന്ന് നാം ചോദിച്ചാൽ, ആരോട് ചോദിച്ചാലും പറയും കർത്താവായ യേശു ക്രിസ്തു ജനിച്ചു എന്നുള്ളതായ കാര്യമാണ് എന്ന് നമുക്കറിയാം. എന്നാൽ ഇന്ന് നിങ്ങളുടെ മുമ്പാകെ ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു, നമ്മൾ ആഘോഷിക്കുമ്പോൾ ഈ ക്രിസ്തു ജനിച്ചത് എന്തിന് എന്നുള്ളതായ ചോദ്യത്തിന് ഉത്തരവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കുന്നത്. അതിനായിട്ട് വേദപുസ്തകത്തിലെ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 21-ഉം 22-ഉം വേദഭാഗത്തിൽ നിന്നും ചിന്തിച്ചുകൊണ്ട് വായിച്ചുകൊണ്ട് ചില ചിന്തകൾ പങ്കുവെക്കാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 21-ഉം 22-ഉം. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിപ്പാനിരിപ്പ കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ദൈവം നാം മഹത്വപ്പെടുമാറാകട്ടെ. ഇവിടെ നമുക്ക് ഒന്നാമതായിട്ട് യേശു എന്ന് പേർ ഇടയണം എന്ന് പറഞ്ഞുകൊണ്ട് പേർ ഇടയണം എന്ന് പറയുന്നതായിട്ട് നമുക്ക് എന്തിനു വേണ്ടിയാണ് യേശു എന്ന പേർ ഇടയണം എന്ന് അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിപ്പാനിരിപ്പുകൊണ്ട് അവൻ യേശു എന്ന് പേരുന്നു. ജനത്തെ പാപത്തിൽ നിന്നും രക്ഷിപ്പാനായിട്ടാണ് യേശു ഈ ഭൂമിയിലേക്ക് കടന്നു വരുവാൻ. ഒന്നാമതായിട്ട് നമുക്ക് കാണാനുണ്ട് അവൻ്റെ ഉദ്ദേശം, അവൻ്റെ ജനനത്തിൻ്റെ ഉദ്ദേശം പാപികളായ മനുഷ്യരെ രക്ഷിപ്പാനായിട്ട്. എന്താണ് പാപം? ദൈവത്തിന് ഇഷ്ടമല്ലാത്ത പ്രവൃത്തികൾ പ്രവർത്തിക്കുന്നത് പറയുന്നത് ഒക്കെ പാപമായിട്ട് നമുക്ക് കാണുവാനായിട്ട്. ഹൃദയത്തിൽ ചിന്തിച്ചാൽ പോലും അത് പാപമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കും. പാപം ദൈവം വെറുക്കുന്നതായ ഒരു വസ്തുതയാണ്. അങ്ങനെയിരിക്കെ ഈ പാപിയായ മനുഷ്യൻ, അതായത് ഈ ലോകത്തിലെ സർവ്വ മനുഷ്യരും ഒരുപോലെ പാപം ചെയ്ത് കൊള്ളരുതാത്തവരായി ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ അന്യതപ്പെട്ടു പോയവരാണ് എന്ന് നമുക്കറിയാം. ആർക്കും പറയുവാനായിട്ട് കഴിയില്ല ഞാൻ പാപിയല്ല എന്ന് പറയുവാനായിട്ട് കഴിയില്ല. ഒരുപോലെ പാപികളാണ്. വേദപുസ്തകവും അത് വെളിപ്പെടുത്തുന്നു. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ മനുഷ്യർ. ഈ മാനവരാശികളായ ഈ മനുഷ്യവർഗത്തെ രക്ഷിപ്പാനായിട്ടാണ്, ഈ പാപത്തിൽ നിന്നും വിടുവിക്കുവാൻ വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ ഒന്നാമത്തെ ഉദ്ദേശം. രണ്ടാമതായിട്ട് നമുക്കിവിടെ കാണുവാണ്ട് കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവൻ ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേര്. ദൈവം നമ്മോട് കൂടെ വരുവാനായിട്ട്, അല്ലെങ്കിൽ അവനെ നമ്മോട് കൂടെ ആക്കുവാനായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തോടുള്ള രണ്ടാമത്തെ ഉദ്ദേശം എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. നിങ്ങളൊരു പാപിയാണെങ്കിൽ നീ ഒരിക്കലും ജീവനുള്ള വിശുദ്ധനായ സർവ്വസൃഷ്ടിയായ സർവ്വവ്യാപിയായ സത്യജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാനായിട്ട് കഴിയില്ല. പാപം നിങ്ങളെ അവിടുന്ന് തടയുവാനായിട്ട് ഇടയായി തീരും. എന്നാൽ ഇതാ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തോടുകൂടി ആ പാപത്തിൽ നിന്നൊരു വിടുതൽ ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നു. കർത്താവായ യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയുടെ പരപ്പിലേക്ക് കടന്നു വരുവാൻ നമ്മളെപ്പോലെ സമസ്വഭാവമുള്ള മനുഷ്യനായിട്ട് അവതരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവൻ കാൽവറി കൊലമരത്തിൽ യാഗമരണം അനുഭവിച്ചു. എന്തിനാണ് യാഗമരണം അനുഭവിച്ചത്? അതെ, നമ്മൾ ഓരോരുത്തരും അനുഭവിക്കേണ്ട പാപത്തിൻ്റെ ശിക്ഷ, ജീവനുള്ള ദൈവത്തിൻ്റെ ആ നീതി അവിടെ പുത്രനിലൂടെ നിറവേറ്റിക്കൊണ്ട് പാപത്തിനൊരു വിമോചനം അവിടെ ഉണ്ടാക്കുവാനായിട്ട് ഇടയായി, ഒരു വഴി തുറക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അങ്ങനെ പാപിയായ മനുഷ്യന് പുതുവഴി അവിടെ തുറക്കുന്നതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഈ പാപത്തിൽ നിന്ന് വിടുതൽ ലഭിച്ച് ജീവനുള്ള വിശുദ്ധനായ ദൈവ സന്നിധിയിലേക്ക് കടന്നു വരുവാനും ദൈവം നമ്മോട് കൂടെ ആകുവാനും ആകുന്നത് എപ്രകാരമാണ് എന്ന് നാം ഓർക്കുമ്പോൾ, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനം, മരണം അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ജനിച്ചു മരിച്ചു നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽക്കുവാനായിട്ട് ഇടയായി തീർന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപത്തിന് വിടുതൽ ലഭിക്കുവാനായിട്ട്, നമ്മുടെ പാപത്തിന് പ്രായശ്ചിത്തമാകുവാനായിട്ട് ഇടയായി തീർന്നതുകൊണ്ട്
നമുക്കിന്ന് പ്രാബല്യത്തോടു കൂടി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ, വിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ ഒരു വഴി തുറന്നു. ഇത് നിങ്ങൾ സ്വന്തമാക്കണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കും. നിങ്ങളായിരിക്കുന്ന ഏത് സാഹചര്യത്തിലും നിങ്ങൾക്ക് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഈ രക്ഷ സ്വന്തമാക്കുവാനായിട്ട്, അയ്യോ ഞാനൊരു പാപിയാണ്, അത് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ തോന്നിച്ചുകൊണ്ട് പറയണം. ഞാനൊരു പാപിയായ മനുഷ്യനാണ്, ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അയ്യോ എനിക്ക് കടന്നു വരുവാനായിട്ട്, അയ്യോ ഞാനൊരു അരിഷ്ട മനുഷ്യനാണ്, എനിക്ക് ജീവനുള്ള ദൈവത്തിൻ്റെ വിശുദ്ധിയിലേക്ക് അടുത്തു വരുവാനായിട്ട് കഴിയില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിലേക്ക് കടന്നു വരുവാനും അവൻ എൻ്റെ പാപത്തിന് വേണ്ടി പകരക്കാരനായി തീർന്നുകൊണ്ട് യാഗമരണം അനുഭവിച്ചു എന്ന് നിങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ചു, നിങ്ങൾ വാഗൊണ്ട് അവനെ കർത്താവെന്ന് വാഗൊണ്ട് ഏറ്റുപറയുന്നുവെങ്കിൽ ഈ രക്ഷ നിങ്ങൾക്ക് സ്വന്തമാക്കുവാനായിട്ട് ഇടയായിത്തീരും. ഇന്ന് നിങ്ങൾ ആഘോഷിക്കുമ്പോൾ, യേശുവിൻ്റെ ജനനത്തെ നിങ്ങൾ ആഘോഷിക്കുമ്പോൾ, അവൻ്റെ ആ ജനനത്തിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ ആ ആഘോഷം വ്യർത്ഥമെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. അങ്ങനെ വ്യർത്ഥമായിട്ട് നിങ്ങൾ ആഘോഷിക്കാതെ അതിൻ്റെ അന്തസത്ത് എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആ രക്ഷ നിങ്ങൾ സ്വന്തമാക്കുവാൻ ഞാനിന്ന് നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. ഇങ്ങനെ നിങ്ങൾ ആ രക്ഷ സ്വന്തമാക്കിക്കൊണ്ട് ജീവനുള്ള ദൈവം ഒരുക്കിയതായ രക്ഷാ പദ്ധതിയിൽ അംഗമായി തീർന്നുകൊണ്ട് ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാനായിട്ട്, ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വിശുദ്ധിയോട് അടുക്കുവാനായിട്ട്, അവൻ നമ്മളിൽ വസിക്കുവാനായിട്ട്, ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടുന്നതായ കർത്താവായ യേശു ക്രിസ്തു മൂലം അത് സാധ്യമാക്കുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് ആ ഒരു വിശ്വാസത്തിൽ, ആ ഒരു തീരുമാനത്തോടുകൂടെ നമുക്ക് ഏവർക്കുമായിരിക്കാം ആ രക്ഷ നമുക്ക് സ്വന്തമാക്കാം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മാത്രം മഹത്വം.